അല്ല, അതിൽ ഹോം മിനിസ്റ്റർക്കാണ് റിപ്പോർട്ട് കിട്ടി കാണുക. ഹോം മിനിസ്റ്റർ ആ റിപ്പോർട്ട് അനുസരിച്ച് ഞങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനമെടുക്കും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന കൊട്ടാരത്തിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത് ഏത് വിധത്തിൽ അന്വേഷണവും നടത്തുന്നതിൽ അവർക്ക് എതിർപ്പില്ല എന്നാണ് കൊട്ടാരത്തിൽ നിന്ന് അറിയിച്ചത്. അപ്പോൾ ഞങ്ങൾ ആലോചിച്ച് തീരുമാനം അറിയിക്കും. മിസ്റ്റർ, ശബരിമല കട്ടളപ്പാളി കേസിൽ ഇതുവരെ അന്വേഷണം വന്നിരിക്കുന്നു. ജംഷഡ്പൂരിലെ നിർണായകമായ ഒരു ഫലം പുറത്തു വന്നിരിക്കുന്നു. നിലവിൽ അതിൽ അസ്വാഭാവികത ഇല്ല എന്നുള്ള തീരുമാനങ്ങളും റിപ്പോർട്ടുകളുമാണ് നിലവിൽ വന്നിരിക്കുന്നത്. അല്ല, അത് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് തീരുമാനം പറയാൻ പറ്റില്ല. അതിൻ്റെ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ കഴിയൂ. ഞാൻ പറഞ്ഞ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വിഷയം ഗവൺമെൻറ് കൂടുതൽ ഗൗരവത്തോടെ ചർച്ച ചെയ്യും. കാരണം ഒരു കാരണവശാലും ഒരു ക്ഷേത്ര സ്വത്തും അപഹരിക്കാൻ പാടില്ല, ആരാണെങ്കിലും. അതുകൊണ്ട് ആ റിപ്പോർട്ട് കൂടെ പരിശോധിച്ച്, ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോടാണ് അഭിപ്രായം ഗവൺമെൻറ് ചോദിച്ചത്. അവരുടെ അഭിപ്രായം ആണ് പത്രത്തിൽ ടി വിയിലൊക്കെ കണ്ടത്. പക്ഷേ അതിൻ്റെ പേരിൽ അന്വേഷണം നടത്താതിരിക്കില്ല. ആഭ്യന്തര മന്ത്രാലയമായിട്ട് ആലോചിച്ച് അന്വേഷണം ഗവൺമെൻറ് പ്രഖ്യാപിക്കും. എല്ലാം സുതാര്യമായിരിക്കണം. സർക്കാരിൻ്റെ ഫണ്ട് ഉൾപ്പെടെ സുതാര്യമായിരിക്കും. അതിൻ്റെ റിപ്പോർട്ട് ഇനി ക്ഷേത്രം തന്നില്ലെങ്കിലും ഗവൺമെൻറ് അതിൻ്റെ കണക്ക് ഞങ്ങൾ പുറത്തു വരും. ഞങ്ങൾക്ക് ഇതുവരെ തൃപ്തിയില്ല. പക്ഷേ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് അന്വേഷണം എന്നുള്ളതുകൊണ്ട് നിയമോപദേശം നേടിയതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയും. അല്ല, അത് തന്നെയാണ് പറഞ്ഞത്. മാറ്റാനുള്ള അധികാരം ഞങ്ങൾക്ക് ഇപ്പോഴില്ല. കാരണം ഹൈക്കോടതിയാണ് നിയമിച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ പരിശോധിച്ചിട്ടേ തീരുമാനമെടുക്കും.